അമ്പലത്തിലൊക്കെ ഒരുപാട് പോവാറുള്ള ആളായിരിക്കുമല്ലോ. അമ്പലത്തിൽ കേട്ടില്ല, എന്നാലും പോവും. കേട്ടില്ല, അവര് പറയും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അല്ല, അതെനിക്കറിയില്ല, അവിടേക്കാണ് കേട്ടാറില്ല. ക്രഷ് സ്റ്റിൽ ക്രഷിന്റെ പേര് പറയണമെന്നാണോ എന്ത് പറയണോ? എനിക്ക് എനിക്ക് ലോട്ടറി അല്ല. ക്രഷ് പിന്നെ നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ക്രഷ് ആരാ? ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അവിടെ ഇഷ്ടപ്പെടുവല്ലായിരിക്കും. അത് വെച്ചല്ലേ അടുത്തിരുന്ന് പറയാൻ പാടില്ല. സെലിബ്രിറ്റി ക്രഷ് ആണോ? എന്ത് കൃഷ്ണൻ പറഞ്ഞു? ഇഷ്ടംപോലെ ഉണ്ട്. എന്റെ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് ഷാറുഖ് ഖാൻ. എനിക്കിങ്ങനെ മഴയത്ത് ഒരു റൊമാൻസ് ഒക്കെ ചെയ്യാ, ലൈക്ക് അങ്ങനെ ആ ഒരു സാധനമൊക്കെ ഞാൻ പണ്ടേ ഡ്രീമിലുള്ളൊരു കാര്യത്തിലേക്ക് ഇപ്പോഴാണ്. ഇവരുടെ ഒരു മേക്ക് ഓവർ ആയിരുന്നു. ഓഡിഷന് പോയപ്പോൾ പറഞ്ഞു. അമ്മ സമ്മതിച്ചു. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മമാർക്കാണല്ലോ സൈഡിൽ വന്നിട്ടും കംപ്ലൈന്റ് ആയിരുന്നു, അയ്യോ ഈ മുടി എന്ന് വളരും. അതെ, അമ്മയ്ക്ക് മുടിയായിരുന്നു മെയിൻ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വാഴ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി 3 സുന്ദരി കുട്ടികളാണ്. വെൽക്കം. താങ്ക് യു. മീനാക്ഷി, സിയ, ശ്രുതി. ഓക്കെ. അപ്പോൾ സിയ, ഇപ്പൊ സിയാനെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് വൈറൽ സ്റ്റാർ. ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നിരുന്നത് അനശ്വരേനേക്കാളും നായികേനേക്കാളും സുന്ദരി കുട്ടി ബാക്കിൽ നിൽക്കുന്നോ എന്നുള്ളൊരു കമന്റ്സ് ഒക്കെ കണ്ടു. ആരാ ഈ കുട്ടീനെ പിടിച്ച് ബാക്കിൽ നിർത്തിയത് എന്നൊക്കെ. അപ്പൊ ഈ എന്താ ഇങ്ങനെ ഈ കമന്റ്സ് ഒക്കെ വരുമ്പോ കൂട്ടുകാരൊക്കെ എടുത്ത് ട്രോളിട്ടുണ്ടോ? സ്വാഭാവികം. ട്രോളാണ് അത്, പിന്നെ ട്രോളുമല്ലോ. എന്നാലും ഒരു ട്രോള് ഇവള് ഈ എല്ലാവരും ട്രോളിട്ടുണ്ടായിരുന്നു. അനശ്വരയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? കമ്പനി ആയിരുന്നു, നമുക്ക് സെറ്റുള്ള പരിചയം. കമ്പനി ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. ഈ ഒരു കമന്റ്സ് ഒക്കെ വരുമ്പോ ഒരു മനസ്സിൽ സ്വന്തമായിട്ട് ഒരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നോ? അല്ല, ഫസ്റ്റ് തിങ് നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ വരുന്നു പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ വരുന്നൊന്നും ഓർത്തില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അതും OTT എനിക്ക് തോന്നുന്നു OTT ഇറങ്ങിയതിന് ശേഷം ആരോ ഒരാൾ മെൻഷൻ ചെയ്തു. പിന്നെ അവിടെ നിന്നിട്ട് കണ്ടിന്യൂസ് കൊള്ളാലോ. മറ്റേ കൊച്ചി രാജാവിൽ ഒരു സംഭവം ഞാൻ അത് ശ്രദ്ധിച്ചേ, ആരാ കുട്ടി അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ജഗദീഷ് ചേട്ടൻ ചോദിക്കുന്നതായിട്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര വൈറൽ സ്റ്റാർ ആയി. മീനാക്ഷി, ഇതിപ്പം 3rd മൂവി അല്ലേ? എന്റെ 3rd ആണ്. വാങ്കാണ് ആദ്യം ചെയ്തത്. രണ്ടാൾക്കും അപ്പൊ അനശ്വരയായിട്ടൊരു ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞിട്ട് വടക്കെന്ന് പറഞ്ഞ മൂവി ചെയ്തു. അത് പോസ്റ്റ് പ്രൊഡക്ഷൻസിലാണ്. സെക്കൻഡ് ഇറങ്ങാൻ പോകുന്ന വാഴയാണ്. ബേസിക്കലി 3rd മൂവിയാണ് വാഴ. ഇറങ്ങാൻ പോകുന്നത് സെക്കൻഡ്. എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? കംപ്ലീറ്റ് ഒരു കൂടുതൽ എനിക്ക് തോന്നുന്നു യൂത്ത് സ്റ്റാർസ് ആണ് ഫുൾ. എല്ലാം നമ്മുടെ ഒരു ഏജ് കാറ്റഗറി അങ്ങനെയൊക്കെയാണ് പോയത്. അപ്പൊ നമുക്കൊരു സ്കൂൾ കോളേജ് കിട്ടിയോ? അതെ അതെ. റോസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടി സെറ്റില്. ഞങ്ങളല്ല, അവരെല്ലാരും. നമുക്ക് കൂടുതൽ റോസ്റ്റ് ചെയ്യാൻ കിട്ടിയേക്കണ സാധനങ്ങളായിരുന്നു. കാരണം ഇട്ടുതരും ഓരോ സാധനം. അന്ന് എനിക്ക് കുറച്ചേരം സംസാരിച്ചപ്പോഴേ മനസ്സിലായി, ഓട്ടോമാറ്റിക്കലി ഇട്ടുതരും. ശ്രുതി, ഈ കൂട്ടത്തിൽ ഏറ്റവും മിണ്ടാപ്പൂച്ചയാണോ? അയ്യോ, എനിക്ക് കണ്ടപ്പോഴും ഒരു പാവ കുട്ടീനെ പോലെ തോന്നി. അല്ല, അങ്ങനെയൊന്നുമല്ല. ചിത്രം തന്നെ സംസാരിച്ചപ്പോഴും കൂടുതൽ അലമ്പ് ഇവർ രണ്ടുപേരായിരുന്നു. ഞാൻ ശ്രുതിനെ ഇന്നാണ് ഞാൻ സ്കൂളിലുള്ള ആളാണ്, ഞങ്ങൾ കോളേജിലുള്ള ആളാണ്. ഞങ്ങൾ ഇപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നാണ് കാണുന്നത്. എനിക്ക് ശ്രുതിനെ കണ്ടപ്പം പെട്ടെന്ന് ഫീൽ ചെയ്തത് നമ്മുടെ സ്കൂളിലൊക്കെ കാണില്ലേ, നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കുട്ടി, ഫ്രണ്ട് ബെഞ്ചിലേക്ക് പഠിപ്പിസ്റ്റ് കുട്ടി, അതേപോലത്തെ ഒരു കുട്ടി. ശരിക്കും പഠിപ്പിച്ചിട്ടാണോ? അല്ല, ടീച്ചർ അല്ലേ? ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. ഏത് സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷ് ടീച്ചറിന്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ബേസിക്കലി വാഴ, ഇതിലാരാണ് ഏറ്റവും വലിയ വാഴ? അങ്ങനെയല്ല, എല്ലാരും വാഴകളാണ്. വെറുതെ അങ്ങോട്ട് നോക്കി. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ വാഴ എന്നുള്ള വിളി ഒരുപാട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല.
ചിലപ്പോ നമ്മള് സ്വയമായിട്ട് അനലൈസ് ചെയ്യുമല്ലോ നമ്മളെ പറ്റി. ഞാനൊരു വാഴയാണ്. ഞാൻ എന്താ പരിപാടികളൊന്നും ചെയ്യാത്ത, അങ്ങനെ ചിലപ്പോ വേറെ ആരും അങ്ങനെ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല. നമ്മുടെ സെറ്റിൽ നോക്കുകയാണെങ്കിൽ കുറേ എന്താ ഈ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ട്. നമ്മൾ എന്താ അല്ലാതെ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാനുള്ള കണ്ടന്റ് ആയിരുന്ന മെയിൻ ആളുകളെല്ലാം ഈ മൂവിയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പോ? നല്ലൊരു പറഞ്ഞ നല്ല ഫണ്ണായിരുന്നു എല്ലാരും. എനിക്ക് ഒരു കുറച്ച് പാർട്ടേ ഉള്ളൂ. സോ ആ സമയത്ത് എല്ലാരും നല്ല ഫണ്ണായിരുന്നു. നമുക്ക് അവരെ കോമഡി ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ കണ്ടാൽ തന്നെ ചിരി വരുന്നോണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആ ഒരു ഗുരുവായൂർ അമ്പല നടയിൽ ടീം അതേപോലെ എടുത്ത് ഇപ്പുറത്ത് വെച്ച പോലെ എനിക്ക് ഇത് വെച്ചപ്പോ ഫസ്റ്റ് ഗുരുവായൂർ അമ്പല നടയിൽ 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാഴ തുടങ്ങി. വാഴ കഴിഞ്ഞ് പിന്നെയും ഗുരുവായൂർ അമ്പല നട തുടങ്ങി. അപ്പൊ ഒരു ഫാമിലി പോലെ എല്ലാവരും ഒരേ ഇത്, എല്ലായിടത്തും എല്ലാവരും ഉണ്ട്. ശരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടിയോ? പെട്ടെന്ന് ഐ മീൻ ഗുരുവായൂർ അമ്പല നട ഞാൻ 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാഴയുടെ ഇത് കാണുന്നതും ഇതിക്ക് ഇന്നാവുന്നതും. പിന്നെ വാഴ തുടങ്ങി. പിന്നെ വാഴ നിർന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ പിന്നെയും ഗുരുവായൂർ അമ്പല നട തുടങ്ങി. അങ്ങനെ ഇത് ഒരുമിച്ചായിരുന്നു അല്ലേ? വാഴയുടെ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടായിരുന്നു ഗുരുവായൂരിന്റെ ഒരു സ്കെഡ്യൂൾ. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുമിച്ച് പോയി വരായിരുന്നല്ലോ. നമ്മളവിടെ സെറ്റിൽ ആണെങ്കിൽ അപ്പൊക്കെ എല്ലാവരുമായിട്ടും കമ്പനി അടിച്ചിരിക്കും. ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫുള്ള് കോമഡിയാണ്. ഇപ്പം സിയയുടെ വീട് ബേസിക്കലി ഗുരുവായൂരാണല്ലോ. അപ്പം അമ്പലത്തിലേക്ക് ഒരുപാട് പോവാറുള്ള ആളായിരിക്കുമല്ലോ. അമ്പലത്തിൽ കേട്ടില്ല, എന്നാലും പോവും. കേട്ടില്ല, അവര് പറയും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അല്ല അതെനിക്കറിയില്ല, അവിടേക്കാണ് കേറ്റാറില്ല. ഓക്കെ. അപ്പൊ ഈ എന്തായാലും ഗുരുവായൂർ അമ്പലം നല്ല സെറ്റ് ഒക്കെ കണ്ടപ്പോഴേക്ക് ലൈക് പക്ക എപ്പോഴും കാണുന്ന ഒരാളെന്ന നിലയിൽ പക്ക അല്ലായിരുന്നു? അത് കറക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഈ സെറ്റ് ഇട്ട ടൈമിൽ തന്നെ ഞാൻ കണ്ടപ്പോ ദൈവം ഇത് അവിടുത്തെ അതേപോലെ തന്നെയാണ്. പിന്നെ ശരിക്കും അതൊരു അമ്പലം മൂടായിരുന്നു. ഞാനൊരു ദിവസം പോയിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഇത് ഗുരുവായൂർ ആണല്ലോ എന്ന് തന്നെ തോന്നി. ഗവൺമെന്റ് സെറ്റ് ആയിരുന്നു. പിന്നെ ഒരു ചേച്ചി ഒന്ന് തോളൊക്കെ ചെയ്തായിരുന്നു. അതെ, കൊറേ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അബദ്ധത്തിൽ വന്നതാണോ പുള്ളിക്കാരത്തി? അതറിയില്ല. പുള്ളിക്കാരി ആ സെറ്റ് ഇട്ട് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്കും തോന്നി കാണും ആ ഒരു ഗുരുവായൂരാണല്ലോ ഈശ്വര. പാട്ടൊക്കെ ബാക്കിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു സോങ്സ് ഒക്കെ. ഞാൻ ഇന്റർവ്യൂ ഇങ്ങനെ പുള്ളിനെ ആർട്ട് ഡയറക്ടറിനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു പക്ക അവിടുത്തെ ഒരു മൂഡ് കിട്ടാനായിട്ട് ഈ വിളക്കുകൾ ആ ഒരു സ്മെല്ലെല്ലാം. പിന്നെ സോങ് ഇടും അവര് രാവിലെ തന്നെ. നമ്മളിങ്ങനെ 6:30 എത്തുമ്പോ അവിടെ പാട്ടൊക്കെ ഇട്ടുണ്ടാവും. ആ ഒരു കംപ്ലീറ്റ് വൈബ്. ഹെയർ സ്റ്റൈലിനെ കാണുമ്പോഴത്തേക്ക് ചെറുപ്പം മുതൽ എങ്ങനെയാണോ മുടി? ഇത് വാഴയ്ക്ക് വേണ്ടി ഇവരുടെ ഒരു മേക്ക് ഓവർ ആയിരുന്നു. ഓഡിഷന് പോയപ്പോൾ പറഞ്ഞു മുടി കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടം വരെയൊക്കെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്, കാരണം ഓഡിഷൻ കോളില് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ആയിട്ടേ. പക്ഷെ വിപിൻ ചേട്ടൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ബോയ് കട്ട് അടിക്കാൻ പോവാ. അയ്യോ, അപ്പൊ എത്ര മുടി ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അമ്മ സമ്മതിച്ചു? എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, അമ്മയ്ക്ക് മുടിയായിരുന്നു മെയിൻ ചർച്ച. പക്ഷെ പെട്ടെന്ന് വളർന്നു. അമ്മ വളമിട്ട് വരുന്നോണ്ടിരിക്കും. അതെന്താ വളം? എന്താ ബാക്കൊക്കെ ഫുള്ള് ഇങ്ങനെ വടിച്ചു കളഞ്ഞല്ലേ? മൊത്തം കറക്റ്റ് ഒരു ചെക്കനെ പോലെയാണ് ഞാൻ സെറ്റിൽ നടന്നിരുന്നത്. ഓ, അപ്പൊ ചെറുപ്പം മുതലേ മുടി വളർത്താൻ തുടങ്ങിയതായിരിക്കും അല്ലേ? ആ, ഇടയ്ക്ക് കുറച്ച് ഷോർട്ടായിട്ട് വെട്ടത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മുടി ഉള്ളതാണ് ഇഷ്ടം. നിങ്ങൾ രണ്ടാളാണെങ്കിലും മുടി വെട്ടുന്ന കാര്യം സമ്മതിക്കോ? എന്നോട് ഫസ്റ്റ് വിപിൻ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഹെയർ കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞപ്പോ ചേട്ടാ ഇത് കട്ട് ചെയ്താൽ വളരാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ ഇവിടോട്ട് വെച്ചു കൊടുത്തു. അതെ, എനിക്ക് പിന്നെ ആ റോള് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അതെ, ഇൻ കേസ് ഇപ്പൊ ഒരു ഭയങ്കര സൂപ്പർ റോളാ, പക്ഷെ മുടി മൊട്ടയടിക്കണം. അത് അപ്പത്തൊരു എന്താണോ. ഇപ്പം നമ്മള് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായല്ലോ, വീണ്ടും ഒരു സ്കൂൾ യൂണിഫോം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു ആ ഒരു ഫീല്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ? ആ, തീർച്ചയായിട്ടും. നല്ല ഒരു ലൈക്ക് നമ്മള് പണ്ടത്തെ ആ ഒരു അതേ ഒരു ഇതിലൊരു ഷർട്ടും ഒരു പാവാടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് കുറെ കാലമായല്ലോ അതില് വന്നപ്പോ നല്ലൊരു എക്സ്പീരിയൻസ്. നോർമലി നമ്മളിങ്ങനെ കാണുമ്പോഴേക്ക് കൂടുതലും നടന്മാരാണ് ചെറുപ്പകാലം മീശയൊക്കെ പഠിക്കുമ്പോൾ തന്നെ അവര് യങ്ങാവും. പക്ഷെ നടിമാര് ശരിക്കും പറഞ്ഞാൽ പ്രായത്തിലേക്കാൾ ഇത്രയും കൂടെ ഏജ് കൂടിയ റോൾസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെക്കാൾ ഇത്ര യങ് ഏജിലുള്ള ചെയ്തപ്പോഴത്തേക്ക് ലൈക്ക് ഒരു പ്രൗഡ് ഫീൽ ഒക്കെ കിട്ടിയോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന തന്നെ ഞാൻ ചെറുതായിട്ട് ചെയ്തപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു, ആത്മസംതൃപ്തി. അതെ അതെ, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. അപ്പൊ എന്തായാലും നമുക്കൊരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാം. ഞാൻ ഓരോ വേർഡ്സ് പറയാം. ആ വേർഡ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ്
അല്ലെങ്കിൽ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് തോന്നുന്നത്? ആ കാര്യം പറഞ്ഞാൽ മതി. ഒരു വേർഡായിട്ടാണ് ഞാനൊരു വേർഡ് ആയിരിക്കും പറയുന്നത്, നിങ്ങൾക്കൊരു സെന്റൻസ് ആയിട്ട് പറയാം. ഓക്കെ. ലൈക്ക് ആ ഒരു കാര്യം ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലൈക്ക് നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സംഭവം. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് റെയിൻ. റെയിൻ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അയ്യോ റെയിൻ അല്ലേ ഓക്കെ, പക്ഷെ ഇപ്പൊ അത് റെയിൻ കേൾക്കുമ്പോ കുറച്ച് പേടിയാണ്. പ്രത്യേകിച്ച് ലൈക്ക് നമുക്ക് ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോ ഇപ്പൊ മഴ എന്ന് പറയുമ്പോ ഒരു ടെൻഷനാണ്. അതർവൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ മഴയത്ത് ഒരു റൊമാൻസ് ഒക്കെ ചെയ്യാ, ലൈക്ക് അങ്ങനെ ആ ഒരു സാധനമൊക്കെ ഞാൻ പണ്ടേ ഡ്രീമിലുള്ളൊരു കാര്യത്തിലേക്ക് ഇപ്പോഴാണ്. എനിക്ക് മഴ എന്ന് ഓർക്കുമ്പോ ഞാൻ ലൈക്ക് നമുക്ക് സിനിമ ഇഷ്ടമായിരിക്കുമ്പോ നമുക്ക് മഴ എന്ന് കേൾക്കുമ്പോ മഴയിലുള്ള ഒരു നല്ലൊരു സീനറിയാണ് എനിക്ക് എപ്പോഴും മനസ്സിലായത്. ഏത് സിനിമയിലെ റൊമാൻറ്റിക് സീനാണ് പെട്ടെന്ന് മനസ്സിൽ? ഇപ്പൊ എനിക്കാണെങ്കിൽ മറ്റേ 3 സിനിമയില് അവർ രണ്ടാളും കൂടെ നടന്നു വരുന്ന ഒരു സീൻ മൈൻഡിലോട്ട് വരും, ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതേപോലെ ഏത് സീനായിരിക്കും പെട്ടെന്ന് വരുന്നത്? ഒരുപാട് സീനുണ്ട്. സീതാരാമം, അടിപൊളിയായിട്ട് എല്ലാം മറ്റേ പഴയ മണിരത്ന മൂവീസിന്റെ മഴ. സെയിം ആണോ? റെയിൻ തന്നെയാണോ? റെയിൻ തന്നെ. ഈ നമുക്കിത് റെയിൻ ഇപ്പൊ റെയിനിൽ ഇപ്പൊ എവിടെയെങ്കിലും മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഓടി വന്ന് വീണ കഥയാണെങ്കിലും എന്ത് വെള്ളം പറയും. അയ്യോ, അത് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴത്തെ കാലം അങ്ങനെയല്ല, ഞങ്ങള് ഇങ്ങനെ മര്യാദക്ക് റോട്ടിൽ വെള്ളം കണ്ടപ്പോ എന്റെ അനിയത്തി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഈ റോഡിൽ വെള്ളം കണ്ടപ്പോ ഇവളെന്ത് ഇതിൽ കൂടെ നടക്കണ വെച്ചിട്ട് ആ സൈഡില് ഒരു ചെറിയൊരു തോടുണ്ട്, എന്റെ അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ബുദ്ധിമുട്ടിയായി ഞാൻ നീ ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പോ പണ്ട് അതുമിക്ക് കാലെടുത്ത് വെച്ചതേ നേരെ ആ തോട്ടിക്ക് വീണു. തോട്ടിൽ വീണോ? അടിപൊളി. അവിടെ സിനിമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീഡിയോ കിട്ടിയേനെ. ഒന്നുകൂടെ വൈറലാവില്ല. ചെറിയൊരു തോടായിരുന്നു. ഭയങ്കര. എത്ര വർഷമായി? അത് ചെറുപ്പത്തിലാണ്, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ റെയിൻ. എനിക്ക് റെയിൻ പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാന്ന് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ എനിക്ക് റെയിൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ആ സീസണേ ഒരു ഭയങ്കര വെളിയിലൊന്നും ഇറങ്ങാൻ എനിക്ക് ഫുൾ സൺലൈറ്റ്, നല്ല തെളിഞ്ഞ ഒരു, അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള ഒരു കാലാവസ്ഥയുണ്ട്. ഈ മഴ പെയ്യാനായിട്ട് പോയി നിൽക്കും, എന്നാ പെയ്യില്ല, ഒരു ഇരുണ്ട ഒരു. പക്ഷെ എനിക്ക് അത് ഇഷ്ടം. അത് ഇഷ്ടമല്ല. ചിലർക്ക് അത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര എനിക്കിഷ്ടമാണ്. എനിക്ക് കുറച്ച് മഴയും ഇരുട്ടും ആ മഴ പെയ്യാറായത് നടക്കാനൊക്കെ നല്ല സുഖം. അടുത്തത് പെറ്റ്സ്. ഞാൻ പറയുന്നത് ഫസ്റ്റ് കഴിഞ്ഞ പിന്നെ എനിക്കത് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ വൈബ്. ഞാൻ അങ്ങനെ ഒരു പെറ്റ് ലവർ അല്ല, പക്ഷെ എന്റെ വീട്ടില് പട്ടിയുണ്ട്. അത്ര എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ തൊടുക അങ്ങനത്തെ സാധനങ്ങൾ തൊടും. ബട്ട് ആ ഭയങ്കരമായിട്ട് അതിനെ ടേക്ക് കെയർ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, അതൊക്കെ അമ്മയാണ് ചെയ്യണത്. പക്ഷെ വീട്ടില് പട്ടിയുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു ഒരു ഫ്രണ്ട്ലി ഫീൽ വരില്ല. പറഞ്ഞോളൂ. എന്റെ ഡോഗാണ് ചാർലി എന്ന പേര്. അപ്പൊ അവനാണ് എന്റെ വീട്ടിലെ മെയിൻ. ഞാനും അമ്മ ഒന്നും അല്ല, അവനാണ് മെയിൻ. അപ്പൊ അവനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയ കൊറേ ഉണ്ടാവും, അതുകൊണ്ട് പാസ്. ചാർലിയാണ്. അപ്പൊ ലൈക്ക് എത്ര വർഷമായി? ഇപ്പോ 3 years ആവാൻ പോകുന്നു. 3 years ആവാൻ പോകുന്നു. എന്റെ അനിയനാണ്. ഒറ്റ മോളാണോ മീനാക്ഷി? ഓക്കെ, അപ്പൊ ഒരു അനിയൻ തന്നെ, കറക്റ്റ് ഒരു ബ്രദർ ഫീൽ. ഞാനും അതെ, ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കുണ്ട് ഷിറ്റ്സു ബ്രീഡ്. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോഗ്സിന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. മീനാക്ഷിയുടെ ബ്രീഡ് ഏതാ? എന്റെ ഡാഷ് ബ്രൗൺ ഷിറ്റ്സു. ഓ, അടിപൊളി. അടുത്തത് ആങ്കർ. ദേഷ്യം വരുമ്പോഴത്തേക്കുള്ള എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും അല്ല, ഒരു ദേഷ്യം വന്നിട്ട് ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ ലൈക്ക് അങ്ങനെ? ദേഷ്യം ഞാൻ മെയിനായിട്ട് ദേഷ്യപ്പെടുന്ന എൻ്റെ അനിയത്തിയുടെ അടുത്താണ്. ഞാനും അനിയത്തിയായിരിക്കും നമ്മൾ നല്ല സ്മൂത്തായിട്ട് സംസാരിച്ചു വന്ന് ലാസ്റ്റ് ദേഷ്യത്തിലെത്തുന്നു, വഴക്കാവുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരടുത്തും ദേഷ്യപ്പെടാത്ത ഒരാളാണ് പൊതുവെ. ദേഷ്യപ്പെടാറുണ്ട്, അതാ ഞാൻ പറഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടെന്നുള്ള എൻ്റെ അനിയത്തിയുടെ അടുത്ത്. അതെന്താന്നറിയില്ല, അതെങ്ങനെ വരും. ഇവിടെ ദേഷ്യം എനിക്ക് എൻ്റെ മറ്റേ ക്ലോസ് ആയിട്ടുള്ള ഒരു
ആ ഒരു സർക്കിളിൽ മാത്രമേ എൻ്റെ ദേഷ്യവും അതൊക്കെ, പക്ഷെ ദേഷ്യം പെട്ടെന്ന് തന്നെ വിഷമോ അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ നല്ല സോറി ഒക്കെ പോയി പറഞ്ഞു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരയും. എനിക്ക് ഇഷ്ടമല്ല, നല്ല ഒച്ചത്തിലൊക്കെ വർത്തമാനം പറയുമ്പോ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അതുകൊണ്ട് ഞാൻ അധികം ദേഷ്യപ്പെടാറില്ല. എനിക്ക് ഇഷ്ടമല്ല ആൾക്കാരുടെ മുന്നിൽ കരയുന്നത്. അതെ, വലിയ മാസമായിട്ട് നമ്മൾ പറയുമ്പോഴായിരിക്കും നമ്മൾ തന്നെ കരയുന്നത്. അയ്യോ ഞാൻ എന്തിനിപ്പോ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാ ഞാൻ ആലോചിക്കുന്നത്. ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് ബാഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ദേഷ്യം ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് നമ്മൾക്ക് അറിയാവുന്ന അത്ര അടുത്തുള്ള ആൾക്കാരുടെ അടുത്തേക്കും കൂടുതൽ വരുന്നത്. പിന്നെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ മീനാക്ഷി പറഞ്ഞ പോലെ തന്നെ കരയും, ചൂടാവും, എന്നിട്ട് കരയും. അപ്പൊ അവര് വിചാരിക്കും ഇവളെന്തിനാ നമ്മളാണല്ലോ ചൂടാവണം. പക്ഷെ ഞാനും അതെ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും. അടുത്തത് ട്രാവൽ. ട്രാവൽ നിങ്ങൾക്ക് പോയിട്ടുള്ള സ്ഥലങ്ങൾ പറയാം, പോവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്തപ്പോ നടന്നൊരു അനുഭവം പറയാം. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് മീനാക്ഷിയാണ്. ട്രാവലറിന്റെ ലുക്ക് ഉണ്ട്, ഒരു ബാഗ് ഒക്കെ ഇട്ട് ഹെയർ ഒക്കെ സെറ്റാ. സോളോ ഞാനൊരു പാർഷ്യൽ സോളോ അടിച്ചിട്ടുണ്ട്. എവിടെയാ? റീസെന്റ് ഞാൻ ഹൈദരാബാദിൽ വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, വെറുതെ സോളോ ആയിരുന്നോ? എനിക്ക് സോളോ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ 5 years ഓഫ് ലോ കോളേജ് ഞാൻ കുസാറ്റിലാണ് എൻ്റെ കോളേജ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് പോകാനാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അങ്ങനെ കുറേ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. വീട്ടിലാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അല്ലെങ്കിൽ പുറത്ത് എൻ്റെ ഫ്രണ്ട്സ്. അപ്പൊ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം എന്താ? ട്രാവൽ ഇഷ്ടംപോലെ ട്രാവൽ എൻ്റെ ഫേവറേറ്റ് ഒരു പരിപാടിയാണ്. എനിക്ക് അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല പോകാൻ, പക്ഷെ കിട്ടുന്നത് ഞാൻ പോകും. എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകാൻ? എനിക്ക് ഞങ്ങള് ഗേൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഞങ്ങളൊരു 7-8 പേരെല്ലാവരും കൂടെ ഹിമാചലിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആണ്. എനിക്കും ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ, നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എനിക്ക് ഏറ്റവും ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടില്ല, പക്ഷെ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാശ്മീർ പോയതാണ്. ഞാൻ വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കാശ്മീർ. പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമോ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ചോദിച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സ്വിറ്റ്സർലാൻഡ് എനിക്ക് പോകാനും നമ്മളെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. ഞാൻ പോയതിൽ എനിക്ക് വീണ്ടും പോകണമെന്ന്, വീണ്ടും എനിക്ക് ഇമോഷണലി ഇപ്പൊ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഒരു ഫീൽ ആവുന്ന ഒരു സ്ഥലം കാശ്മീരാണ്. ഓക്കെ, ഏതാ ആ ഒരു പ്ലേസ്? എനിക്ക് എൻ്റെ കുറേ ഉണ്ട്, പക്ഷെ ഒരെണ്ണം ഹവായ് പോണം ആഗ്രഹമുണ്ട്. മൗണ്ടൻസും ബീച്ചും ഗ്രീനറി. ഇവിടെ നമ്മളങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. ഇഷ്ടമാണ്, അത് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവുക. ഇഷ്ടമാണ്, പക്ഷെ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പോണെന്ന് ഇങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് വാരണാസി വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ആ ഒരു വൈബ് ഇഷ്ടമാണ്. അതാണ് ലാസ്റ്റ് വൺ. ക്രഷ് സ്റ്റിൽ ക്രഷിന്റെ പേര് പറയണമെന്നാണോ? എന്ത് പറയണോ? എനിക്ക് ലോട്ടറി അല്ല, സ്വാഭാവികമായിട്ടും ക്രഷ് പിന്നെ നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. സെലിബ്രിറ്റി ക്രഷ് ദുൽഖർ ഭയങ്കര ഇഷ്ടമാണ്. അതാണോ സീതാരാമൻ പറഞ്ഞത്? ദുൽഖറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ? ഓക്കെ കൺമണി. അതൊക്കെ. സീതാരാമൻ. എന്റെ പേര് നൂർജഹാൻ. അപ്പൊ ദുൽഖറായിട്ട് പെട്ടെന്നൊരു മൂവി. ഇപ്പൊ നാളെ രാവിലെ എഴുന്നേക്കുമ്പോ ഫസ്റ്റ് കോള് വന്നേക്കുന്നത് ഒരു ഡയറക്ടർ വിളിക്കാൻ, ദുൽഖറാണ് നായകൻ. എന്താ പറയണ്ട, ഒന്നും നോക്കണ്ട, ബാഗ് എടുത്ത് ഒറ്റയടിക്ക് പോയി ചെയ്യും. ഇവിടെ ക്രഷോ? ക്രഷ് സെലിബ്രിറ്റി ക്രഷ് ആണോ? എന്ത് ക്രഷും പറഞ്ഞു, ഇഷ്ടംപോലെ ഉണ്ട്. സെലിബ്രിറ്റി ക്രഷ് എന്റെ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് ഷാറുഖ് ഖാനാണ്. ഷാറുഖ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണോ? കറന്റോ? കറന്റ് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അവിടെ ഇഷ്ടപ്പെടുവല്ലായിരിക്കും. അടുത്തിരുന്ന് പറയാൻ പാടില്ല. നിവിൻ പോളിനെ തട്ടത്തിമാറിയതൊക്കെ ഞാൻ ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കും, അയ്യോ അങ്ങനെ ഇരിക്കും. പിന്നെ കൊറേ ഉണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ചെറുതാകുമ്പോ മറ്റേ അരവിന്ദ സ്വാമിനെ കാണുമ്പോ വരെ ക്രഷ് അടിച്ചിരുന്ന സമയമായിരുന്നു. മാധവൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇവിടെ ഇതിപ്പോ ഒത്തിരി വേറെ
ഇവര് പറയാതെ അർജുൻ ദാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി വോയിസ് അത് കുറേ പേർക്ക് ആ വോയിസ് അത് എനിക്ക് അർജുൻ ദാസിന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു എനിക്ക് ബ്രൈറ്റ് വിറ്റ്ന് ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അവരാരാന്ന് ചോദിക്കണ്ട, താഴത്തെ ആക്ടേഴ്സ്. ഓക്കെ, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രൈറ്റ് വിറ്റ്ന് രണ്ടുപേരും. അപ്പൊ എന്തായാലും വീണ്ടും ബാക്ക് ടു വാഴ വരാണെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഇരിഞ്ഞാലക്കുടയിലായിരുന്നു നമ്മുടെ ഫുൾ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്, തൃശ്ശൂർ അവിടെ. ഈ സ്കൂളൊക്കെയോ? സ്കൂള് ഇരിങ്ങാലക്കുട. ഞാൻ വിചാരിച്ച കോളേജ് ഇരിങ്ങാലക്കുട. എല്ലാം ഇരിഞ്ഞാലക്കുടയായിരുന്നു അല്ലേ? ആദ്യം ഇപ്പം ശ്രുതിയുടെ പോർഷൻ ആണല്ലോ? അല്ല ആദ്യം ഇവരുടെ പോർഷൻ. എന്റെ ലാസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടല്ലേ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് അവര് അങ്ങനെയാണ്. അങ്ങനെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.